മുകേഷിന്റെ രാജിക്കായി പ്രതിപക്ഷം, MLAക്ക് കുടപിടിച്ച് CPM. ലൈംഗിക പീഡന പരാതിയിൽ പോലീസ് കേസെടുത്തുവെങ്കിലും മുകേഷിനെ കൈവിടാതെ CPM. വിഷയം ചർച്ച ചെയ്യാനുള്ള സെക്രട്ടേറിയറ്റ് യോഗം തിരുവനന്തപുരത്ത് പുരോഗമിക്കുകയാണ്. രാജി ആവശ്യത്തിനും പ്രതിഷേധങ്ങൾക്കുമിടെ മുകേഷ് തിരുവനന്തപുരത്തെ വീട്ടിൽ നിന്നും മടങ്ങി. മുകേഷിനെ സംരക്ഷിക്കുന്ന CPMനും സംസ്ഥാന സർക്കാരിനുമെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവ് VD സതീശനും രംഗത്ത് വന്നു. റിപ്പോർട്ടിലേക്ക്. പോലീസ് സുരക്ഷയിലാണ് മുകേഷ് തിരുവനന്തപുരത്ത് നിന്നും മടങ്ങിയത്. കൊച്ചിയിലേക്ക് പോയെന്നാണ് സൂചന. പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കിയെങ്കിൽ മാറി നിൽക്കാൻ തയ്യാറാണെന്ന് മുകേഷ് പാർട്ടിയെ അറിയിച്ചു. ഒപ്പം ലൈംഗിക ആരോപണം കെട്ടിച്ചമച്ചതാണെന്നും അനുകൂല തെളിവുകൾ കയ്യിലുണ്ടെന്നും മുകേഷ് CPM നേതൃത്വത്തെയും മുഖ്യമന്ത്രിയും ധരിപ്പിച്ചിട്ടുണ്ട്. അഭിഭാഷകരെ കണ്ട് തെളിവുകൾ നൽകാനാണ് മുകേഷിന്റെ ശ്രമം. എന്നാൽ മുകേഷിന്റെ രാജി വേണ്ടെന്ന നിലപാടിൽ പാർട്ടിയിൽ നിന്ന് തന്നെ വിമർശനമുണ്ട്. കോൺഗ്രസ് MLAമാർ രാജിവെച്ചില്ലെന്ന EP ജയരാജൻ അടക്കമുള്ളവരുടെ നിലപാടിനാണ് ബൃന്ദ കാരാട്ടിന്റെ വിമർശനം. അവർ ചെയ്തു, നമ്മളും എന്ന വാദം തെറ്റാണ്. മുകേഷിനെതിരായ കേസ് പ്രത്യേക സംഘം അന്വേഷിക്കുന്നുണ്ടെന്നും പാർട്ടി വെബ്സൈറ്റിൽ ലേഖനത്തിൽ ബൃന്ദ നിലപാട് വ്യക്തമാക്കി. എന്നാൽ മുകേഷിന് അനുകൂലമാണ് സംസ്ഥാന നേതൃത്വം. നിങ്ങൾക്ക് CPIMനോടുള്ള പ്രത്യേക സ്നേഹം കണക്കിലെടുത്തുകൊണ്ടും കോൺഗ്രസിനെ നിങ്ങൾ അങ്ങനെ സ്നേഹിക്കാത്തത് അദ്ദേഹം ഓർമ്മിപ്പിച്ചു എന്നേ ഉള്ളൂ. ഇന്നലെ EP ധാർമ്മികത മുൻനിർത്തി മുകേഷ് മാറി നിൽക്കണമെന്ന നിലപാടെടുത്ത CPIയും മലക്കമറിഞ്ഞു. ഇവിടുത്തെ കാര്യം പറയാൻ ഇവിടെ CPIക്ക് നേതൃത്വമുണ്ട്, നമ്മളത് പറയും. ഇവിടെയും അവിടെയും ഒന്നും രണ്ട് കാഴ്ചപ്പാട് CPIക്കില്ല. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം മുഖ്യമന്ത്രി പിണറായി വിജയനെ നേരിട്ട് കണ്ട് മുകേഷിന്റെ രാജിക്കാര്യം ആവശ്യപ്പെട്ടിരുന്നു. മുകേഷിന് അനുകൂലമായ പിണറായി വിജയന്റെ നിലപാടിനെ തുടർന്നാണ് ബിനോയ് വിശ്വത്തിന്റെയും നിലപാട് മാറ്റം. CPMലും പവർ ഗ്രൂപ്പ് പ്രവർത്തിക്കുന്നുണ്ടെന്നും ഇവർ കുറ്റവാളികൾക്ക് കുടപിടിക്കുകയാണെന്നും VD സതീശൻ കുറ്റപ്പെടുത്തി. പാർട്ടിയിലെ നേതാക്കൾ സമ്മർദ്ദം ചെലുത്തിയിട്ടും മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ അനങ്ങുന്നില്ല. CPM കേരളത്തിലെ നേതൃത്വം അനങ്ങുന്നില്ല. ഇവരെ സംരക്ഷിക്കുന്ന വലിയൊരു മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള വലിയൊരു സംഘം CPMൽ പ്രവർത്തിക്കുന്നുണ്ട്. മലയാള സിനിമ നാണക്കേടിലേക്ക് പോകുന്നതിന് ഉത്തരവാദി CPM നയിക്കുന്ന സംസ്ഥാന സർക്കാരാണെന്നും സതീശൻ തുറന്നടിച്ചു. ലൈംഗിക ആരോപണത്തിന്റെ പേരിൽ MLA സ്ഥാനം രാജിവെക്കുന്നത് തെറ്റായ സന്ദേശം സൃഷ്ടിക്കുമെന്നാണ് പാർട്ടിയിലെ വിലയിരുത്തൽ. ഒരുപക്ഷേ MLA സ്ഥാനം രാജിവെച്ച് ഉപതെരഞ്ഞെടുപ്പ് നേരിടേണ്ടി വന്നാൽ അതത്ര ഗുണം ചെയ്യില്ല എന്നും ബോധ്യമുണ്ട്. അതുകൊണ്ട് മുകേഷ് MLA സ്ഥാനം രാജിവെക്കില്ല. AK സ്റ്റെഫിൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. ഇപ്പോൾ നിർണായക CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം അവസാനിച്ചിരിക്കുന്നു. AK സ്റ്റെഫിൻ ചേരുന്നുണ്ട്. സ്റ്റെഫിൻ, രാജി വേണ്ട എന്ന നിലപാടിന് അപ്പുറത്തേക്ക് മറിച്ചൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ലല്ലോ. യോഗത്തിൽ നിന്നും ഉയർന്നു വന്ന എന്തെങ്കിലും നിലപാട് സംബന്ധിച്ച് ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ലഭ്യമാണോ? ഒരു വാർത്താക്കുറിപ്പോ അറിയിപ്പോ സെക്രട്ടറിയുടെ ഭാഗത്തുനിന്ന് പ്രതീക്ഷിക്കാമോ? പ്രജീഷ്, ഏതായാലും ഈ ഘട്ടത്തിലും ഇപ്പോഴും പാർട്ടിയുടെ ഒരു ഔദ്യോഗികമായ ഒരു അറിയിപ്പ് ലഭിച്ചിട്ടില്ല എങ്കിൽ പോലും നേരത്തെ പ്രജീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ മുകേഷിന് രാജി വെക്കേണ്ട എന്നൊരു നിലപാടിൽ തന്നെയാണ് CPM ഉള്ളത്. ആ നിലപാടിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു മാറ്റം ഉണ്ടാകുമെന്ന് നമുക്ക് ഇനി പ്രതീക്ഷിക്കാൻ കഴിയില്ല. കാരണം അത്രയധികം ഉറപ്പായി ശരി, ഉടൻ തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു വാർത്ത സെക്രട്ടേറിയറ്റുമായി ബന്ധപ്പെട്ട് സ്ഥിരീകരിക്കാം. മറിച്ചൊന്നും അത്ഭുതങ്ങൾക്കൊന്നും ഇടയില്ല എന്നാണ് ഇതുവരെയുള്ള സാഹചര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത് എന്നാണ് AK സ്റ്റെഫിൻ റിപ്പോർട്ട് ചെയ്യുന്നത്. അതിഥികളിലേക്കാണ് നമ്മൾ പോകുന്നത്. ദീപ്തി മേരി വർഗീസ്, കോൺഗ്രസ്, M ജയചന്ദ്രൻ, ഇടത് സഹയാത്രികൻ എന്നിവരാണ് തത്സമയം ചേരുന്നത്. ശ്രീമതി ദീപ്തി മേരി വർഗീസ്, ഇപ്പോൾ പാർട്ടിയുടെ ഒരു നിർണായക യോഗം, സെക്രട്ടേറിയറ്റ് യോഗമാണ് അവസാനിച്ചത്. തെരുവിലിപ്പോൾ നിങ്ങളടക്കമുള്ള പ്രതിപക്ഷ സംഘടനകൾ ശക്തമായ പ്രതിഷേധവുമായി മുകേഷ് MLAക്കെതിരെ നീങ്ങുകയാണ്. പാർട്ടി ഇപ്പോഴും മുകേഷിന് കുടപിടിക്കുന്നു എന്ന തോന്നൽ അത് ശക്തമാവുകയാണോ? എന്താണ് കോൺഗ്രസിന്റെ നിലപാട് ഇക്കാര്യത്തിൽ? ഈ ആരോപണങ്ങൾ വന്ന് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഇതിൽ ഒരു കൃത്യമായ ഒരു നിലപാട് പറയുവാൻ CPMന് കഴിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കൃത്യമായ നിലപാട് പറയുന്നില്ല എന്ന് മാത്രമല്ല, ആദ്യഘട്ടങ്ങളിൽ മുഴുവൻ ആരോപണ വിധേയരായവരെ അല്ലെങ്കിൽ വേട്ടക്കാരെ സംരക്ഷിക്കുന്ന നിലപാടാണ് ഗവൺമെൻറ്റും സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാനും ഉൾപ്പെടെയുള്ള മുഴുവൻ നേതാക്കളും സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ എനിക്ക് എക്കോ കേൾക്കുന്നുണ്ട്, അതൊന്ന് മാറ്റി പറഞ്ഞോളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, അപ്പോൾ അത്തരത്തിലുള്ളൊരു നിലപാടാണ് സ്വീകരിച്ചത് എന്നുള്ളത് കേരള സമൂഹത്തിന് മുഴുവൻ അറിയാവുന്ന ഒരു കാര്യമാണ്. ഇന്നിപ്പോൾ സംഭവിച്ചിരിക്കുന്ന കാര്യം എന്താണ്? ഇവിടെ CPMന്റെ വനിതാ നേതാവായ ബൃന്ദ കാരാട്ട് മുകേഷ് രാജിവെക്കണമെന്ന് പറയുമ്പോൾ സംസ്ഥാന നേതൃത്വം
കേരളത്തിലെ സംസ്ഥാന നേതൃത്വം ഒന്നടങ്കം അദ്ദേഹത്തെ സംരക്ഷിക്കുന്ന നിലപാടാണ് എടുത്തിരിക്കുന്നത്. താങ്കൾ ഇപ്പോൾ ചോദിച്ച പോലെ സെക്രട്ടേറിയറ്റിന്റെ തീരുമാനം എന്താണ് എന്ന് ചോദിച്ചതിൽ അതിനകത്ത് പ്രത്യേകമായി ഒന്നും തന്നെ അറിയാനില്ല. അവർ മുകേഷിനെ സംരക്ഷിക്കുന്നു എന്നതിന്റെ ആദ്യത്തെ തെളിവായിരുന്നല്ലോ അദ്ദേഹത്തിനെതിരെ ആരോപണങ്ങൾ ഉയർന്നിട്ടും ഒരു കേസ് രജിസ്റ്റർ ചെയ്യാൻ തയ്യാറാകാതിരുന്നത്. FIR ഇട്ടത് ഏത് സമയത്താണ്? എത്രയോ ദിവസം ആരോപണം ഉയർന്നതിന് ശേഷം, ദിവസങ്ങൾ മണിക്കൂറുകൾ കഴിഞ്ഞതിന് ശേഷം സമ്മർദ്ദം അത്രയധികം വന്നപ്പോഴാണ് അദ്ദേഹത്തിനെതിരെ കേസ് FIR ഇടാൻ തയ്യാറാകുന്നത്. അപ്പോൾ അതുവരെ സംരക്ഷിക്കുന്ന ഒരു നിലപാടാണ് സജി ചെറിയാൻ നിലപാടെടുത്തിരുന്നത്. അദ്ദേഹം ഇന്നിപ്പം മറുപടി പറയാൻ സാംസ്കാരിക വകുപ്പ് മന്ത്രി, ഇതിന് മറുപടി പറയേണ്ട മന്ത്രി ഇന്നിപ്പം മൗനത്തിലാണ്. അദ്ദേഹം മറുപടി പറയാൻ തയ്യാറാകുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത്, വൃന്ദ കാരാട്ട് അത്തരത്തിലുള്ള ഒരു നിലപാട് പറയുന്നു. CPI ഇതുവരെ മുകേഷ് രാജിവെക്കണമെന്നുള്ള നിലപാട് പറഞ്ഞെങ്കിൽ ആനി രാജ പറയുന്ന നിലപാട് അത് ദേശീയ തലത്തിൽ പറഞ്ഞാൽ മതി എന്ന് ഇൻഡയറക്റ്റായിട്ട് ഇന്ന് പറയുകയായിരുന്നു ശ്രീ ബിനോയ് വിശ്വം. കേന്ദ്രത്തിൽ പറയാനുള്ളത്, ദേശീയ നേതൃത്വം പറയാനുള്ളത് അവിടെയാണ്, ഇവിടുത്തെ കാര്യങ്ങൾ നോക്കാൻ ഞങ്ങളൊക്കെയുണ്ട് എന്നുള്ളതാണ് ശ്രീ ബിനോയ് വിശ്വം പറഞ്ഞത്. അപ്പൊ എന്താണ് ഇവിടെ CPIയുടെ സംസ്ഥാന ശക്തമായ രീതിയിൽ ഈ വിഷയത്തിൽ കോൺഗ്രസിൽ നിന്നും ശക്തമായ രീതിയിൽ ഒരു ആവശ്യം ഉന്നയിക്കപ്പെടുന്നുണ്ടോ? കാരണം ഒരു ചെറിയ സംശയം അക്കാര്യത്തിൽ തോന്നുന്നത്, കാരണം ഈ രണ്ടുപേരുടെ കാര്യത്തിൽ, ഈ M. വിൻസെന്റിന്റെയും MLA രണ്ടുപേരുടെ കാര്യത്തിൽ ഉണ്ടായിട്ടുള്ള നിലപാട് എന്ന് ഇവർക്ക് ആവർത്തിക്കേണ്ടി വരുന്നതിന് ഒരു അവസരം ഒരുക്കിയത് അത് കോൺഗ്രസ് കൂടി ആണ് എന്ന് പറയുമ്പോൾ, കാരണം എല്ലാവരും ഒരു പിടിവള്ളിയായി പറയുന്ന അക്കാര്യത്തിലാണ്. അപ്പോൾ കോൺഗ്രസിന്റെ പല നേതാക്കളിൽ പോലും ശക്തമായ ഭാഷയിൽ ഒരു ആത്മവിമർശനം കൂടി അവർ നേരിടുന്നുണ്ടോ ഇക്കാര്യത്തിൽ? ഞാൻ അതുൾപ്പെടെയാണ് പറയാൻ പോകുന്നത്. ഞാനൊന്ന് കംപ്ലീറ്റ് ചെയ്തോട്ടെ. അതായത് ഇവിടെ CPIയുടെയും CPMന്റെയും വനിതാ നേതാക്കൾ, ദേശീയ നേതാക്കൾ രാജിവെക്കണമെന്ന് പറയുമ്പോൾ സംസ്ഥാന നേതൃത്വം പറയുകയാണ് അത്തരത്തിൽ വേണ്ട എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ WCC പോലെ തന്നെ ഇടതുപക്ഷത്തിനുള്ളിലും ഒരു WCC ഉണ്ടാവേണ്ടതാണ്. വിമൻ കളക്റ്റീവ് ഇൻ CPI ഉണ്ടാവേണ്ടതാണ്. അപ്പോൾ കാരണം ഇവിടുത്തെ സ്ത്രീകൾ പറയുന്നത്, CPMലെ സ്ത്രീകൾ പറയുന്ന അഭിപ്രായമല്ല ഈ ഇടതുപക്ഷത്തുള്ള പുരുഷന്മാരായ നേതാക്കൾ പറയുന്നത്. അതുകൊണ്ടാണ് ഇന്ന് VD സതീശൻ പറഞ്ഞത് ഈ പവർ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഇതിലും പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് പറഞ്ഞത്. ഞാൻ പറയുന്ന ഇപ്പം താങ്കൾ ചോദിച്ച ഒരു ചോദ്യത്തിലേക്ക് വന്നാൽ ഞാൻ ചോദിച്ചോട്ടെ, ഇവിടെ ഭരിക്കുന്ന ഒരു ഗവൺമെന്റിന്റെ ജനപ്രതിനിധിയാണ് മുകേഷ്. അതുകൊണ്ടാണല്ലോ അദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള എല്ലാ ഇമ്മ്യൂണിറ്റികളും കിട്ടിക്കൊണ്ടിരുന്നത്. കഴിഞ്ഞ ഇത്രയും ദിവസമായിട്ടും ആരോപണം ഉന്നയിച്ചിട്ടും ആ ആരോപണത്തിന്റെ ശരിയും തെറ്റുമൊക്കെ കോടതിയാണല്ലോ തീരുമാനിക്കേണ്ടത്. അദ്ദേഹം അതിന് പല ബ്ലാക്ക് മെയിലിംഗ് ആണെന്നും മറ്റു പല ന്യായീകരണങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതൊക്കെ തീരുമാനിച്ചോട്ടെ. പക്ഷേ എന്താണ് നമ്മുടെ രാജ്യത്തുള്ള നിയമം എന്താണ്? ഇത്തരത്തിലുള്ള ഒരു ആരോപണം വന്നാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് അറസ്റ്റ് ചെയ്യണം, നിയമ നടപടികളുമായി മുമ്പോട്ട് പോകണം. അതിന് തയ്യാറാകാതിരുന്ന ഈ ഗവൺമെന്റ്, ഈ ഭരണകൂടത്തിന്റെ ഒരു ജനപ്രതിനിധിയെ സംരക്ഷിക്കുകയായിരുന്നു. താങ്കൾ പറഞ്ഞ പോലെ പ്രതിപക്ഷ എം എൽ എമാർ ആയിരിക്കുമ്പോൾ അവർക്ക് ഭരണത്തിൻ്റെതായ യാതൊരു ആനുകൂല്യങ്ങളും ലഭിക്കുന്നില്ല. അവർക്ക് ഭരണത്തിന്റെ ആനുകൂല്യങ്ങൾ ലഭിക്കുമായിരുന്നെങ്കിൽ അവരുടെ അറസ്റ്റ് നടക്കില്ലായിരുന്നു, അവർ ജയിലിൽ കിടക്കില്ലായിരുന്നു, മണിക്കൂറുകൾക്കുള്ളിൽ FIR ഇടില്ലായിരുന്നു. അപ്പോൾ അതൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഭരണകക്ഷിയുടെ ഒരു MLA എന്നുള്ള നിലയ്ക്ക് ആ ഇമ്മ്യൂണിറ്റി മുകേഷിന് കിട്ടുന്നുണ്ട്. അത് കിട്ടാൻ പാടില്ല, അത് ശരിയല്ല എന്നാണ് പറയുന്നത്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, കൊല്ലത്ത് ഇപ്പോൾ നിരവധിയായ ആരോപണങ്ങൾ വന്നിരിക്കുകയാണല്ലോ മുകേഷിനെതിരെ. ഇതിനു മുൻപ് അദ്ദേഹത്തിന്റെ മുൻ ഭാര്യമാർ ആരോപണം പറഞ്ഞിട്ടുണ്ട്. ആ കുടുംബ പ്രശ്നത്തിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. പക്ഷേ ആ ആരോപണം നിലനിൽക്കുകയാണ്. ഗാർഹിക പീഡനം എന്ന് പറയുന്നത് ഇന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി ആയിരിക്കുന്ന വീണ ജോർജ് നടത്തിയ ഒരു ഇന്റർവ്യൂവിലാണ് എല്ലാം തുറന്നു പറഞ്ഞത്. അദ്ദേഹത്തിന്റെ മുൻ ഭാര്യ ആ ഗാർഹിക പീഡനം എന്നുള്ള പരാതികളൊക്കെ നിലനിൽക്കുകയാണ്. അങ്ങനെ നിരന്തരമായി ഒരു കളക്ഷൻ ഓഫ് പരാതികൾ അദ്ദേഹത്തിനെതിരെ വരികയാണ്. അങ്ങനെ പരാതി പറയുന്ന ഒരു ജനപ്രതിനിധിയെ ഞാൻ ചോദിക്കുന്നത്, ഈ കൊല്ലത്തെ സ്ത്രീകൾ എന്ത് വിശ്വസിച്ചാണ് അദ്ദേഹത്തിന്റെ ഓഫീസിലേക്ക് കയറി ചെല്ലുന്നത്? അവിടെ ഒരു കാര്യസാധനത്തിന് ചെല്ലുമ്പോഴേക്കും അമ്പടി കള്ളി, ഞാൻ അറിയാതെ ഇത് നടക്കുമോ എന്നുള്ള ഈ ഡയലോഗ് അടിച്ചാലോ? അതാണല്ലോ ഈ ആരോപണം ഉന്നയിച്ച ആ സ്ത്രീ പറഞ്ഞിരിക്കുന്നത്. അമ്മയിൽ കയറണമെന്നുണ്ടെങ്കിൽ, അമ്മയിൽ മെമ്പർഷിപ്പ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ അറിയാതെ അങ്ങനെ നടക്കില്ല. ശ്രീ M. ജയചന്ദ്രൻ, മുകേഷിന് വേണ്ടി കുടപിടിക്കുന്ന കാലത്തോളം CPMന്റെ കൂടി മുഖം വികൃതമാവുകയാണോ? സമയം ഓരോന്നും വൈകുന്തോറും, കാരണം ഒരു കടുത്തൊരു നിലപാട് ഇക്കാര്യത്തിൽ CPMന് എന്തുകൊണ്ട് എടുക്കാൻ കഴിയാതെ പോകുന്ന, കാരണം മുന്നണിക്ക് അകത്ത് നിന്ന് പോലും ഈ ശബ്ദങ്ങൾ, എതിർസ്വരങ്ങൾ ഉയരുന്ന സ്ഥിതിക്ക് എന്താണ് CPMന് സംഭവിക്കുന്നത്? പ്രജേഷ്, ഇതില് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത
പൊതുവിൽ മനസ്സിലാക്കപ്പെടാതെ പോകുന്ന എന്താണ് കാര്യമെന്നറിയുമോ? ഈ സംസ്ഥാന സർക്കാരിനോ ഭരണമുന്നണിക്കോ CPM-നോ മുകേഷിന്റെ കാര്യത്തിൽ പ്രത്യേകമായൊരു നിലപാടില്ല ഈ കേസുകളുമായി ബന്ധപ്പെട്ട്. അതേസമയം സിനിമാ രംഗത്തെ ചില വനിതകൾ തങ്ങൾക്കുണ്ടായ ദുരനുഭവങ്ങൾ അഭിമുഖങ്ങളായും പ്രസ്താവനകളായും പുറത്ത് നൽകിയിട്ടുണ്ടെന്നും അത് സംബന്ധിച്ച് സമഗ്രമായി അന്വേഷിക്കാൻ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ ഒരു സംഘത്തെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ചുമതലപ്പെടുത്തുന്നു എന്നും മുഖ്യമന്ത്രി 25-ാം തീയതിയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് മാധ്യമങ്ങൾക്കെല്ലാം വാർത്താക്കുറിപ്പ് നൽകിയത്. തുടർന്ന് 7 സീനിയർ IPS ഉദ്യോഗസ്ഥരെ അതിനുവേണ്ടി ഡെപ്യൂട്ടി ചെയ്യുകയുണ്ടായി. അവിടെ SIT അന്വേഷണം സജീവമായി നടക്കുകയും ചെയ്യുകയാണ്. അതിലൊരു കേസാണ് മുകേഷിന്റെ കേസ്. മുകേഷിന്റെ കേസ് പ്രത്യേകമായി എടുത്തിട്ടില്ല, അല്ലെങ്കിൽ മുകേഷിനെ പ്രത്യേകമായി സംരക്ഷിക്കാൻ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവ് എന്താണ് എന്ന് ചോദിച്ചാൽ, ഏതാണ് ചാർജ് 376(1) ആണല്ലോ. അത് മുകേഷിനെ രക്ഷിക്കാൻ വേണ്ടിയുള്ള ചാർജ് ഷീറ്റ് ആണോ? അത് അല്ല, ചാർജ് ഷീറ്റ് അല്ല, വകുപ്പാണ് ചേർത്തിരിക്കുന്നത് എന്നാരും പറയില്ലല്ലോ, പറയാനും കഴിയില്ലല്ലോ. അപ്പൊ അതിന്റെ കുറ്റത്തിന്റെ ഗ്രാവിറ്റി, പോലീസിന്റെ മുമ്പിൽ വരുന്ന ഗ്രാവിറ്റി എന്താണോ അതിനനുസരിച്ചാണ് വകുപ്പ് ചേർക്കുന്നത്. ഇന്നിപ്പോ മനോരമ ദിനപത്രത്തിൽ അതിന്റെ ഓപ്പഡിറ്റ് പേജിൽ വിശദമായി വന്നിട്ടുണ്ടല്ലോ ആരോപണം നേരിടുന്ന ആൾക്കാർ ആരൊക്കെ, സിനിമാ രംഗത്തുള്ളവർ, മുകേഷ് അടക്കം. പിന്നെന്തിനായിരുന്നു എം വിൻസെന്റും എൽദോസ് കുന്നപ്പള്ളിയും രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിങ്ങൾ തെരുവിലേക്ക് ഇറങ്ങിയത്? അന്ന് എന്തിനാണ് പിന്നെ തെരുവിലേക്ക് ഇറങ്ങിയത്? അല്ല, ഞാൻ പറഞ്ഞോട്ടെ, താങ്കളുടെ ചോദ്യത്തിനുള്ള ആരോപണ വിധേയനായി നിൽക്കുന്ന ആളുകൾ അവർക്കെതിരെ ഓരോ കേസ്, ഈ പറയുന്ന ഗ്രാവിറ്റി കൂടി നേരത്തെ നമ്മളൊക്കെ പൊതുസമൂഹം കണ്ടതുപോലെ 1, 2 ഒന്നുമല്ല, ഒരുപാട് ആരോപണങ്ങൾ MLA-യുമായി ബന്ധപ്പെട്ട് രേഖപ്പെടുത്താതെയും അല്ലാതെയും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ആ എം വിൻസെന്റും എൽദോസ് കുന്നപ്പള്ളിയും അന്ന് ആരോപണം നേരിട്ടപ്പോൾ തെരുവിലേക്ക് ഇറങ്ങി. CPM തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് ഇറങ്ങി. അതെന്തിനാണ്? അപ്പോൾ ഒരു രാജിയുടെ അനിവാര്യത ഉണ്ട് എന്ന് കണ്ടല്ലേ? അങ്ങനെയൊക്കെയാണോ പ്രതീക്ഷ മനസ്സിലാക്കിയിരിക്കുന്നത്? ഈ പൊതുസമൂഹത്തിൽ ജേർണലിസ്റ്റ് ആയിട്ട് നിൽക്കുന്ന താങ്കൾ അങ്ങനെയാണോ ഇതൊക്കെ മനസ്സിലാക്കുന്നത്? എന്തിനാണ് വെറുതെ നേർച്ച പോക്കാൻ വേണ്ടിയായിരുന്നോ അന്ന് തെരുവിലേക്ക് ഇറങ്ങിയത്? അല്ല, അങ്ങനെ പറയുമ്പോൾ മറ്റൊന്നുകൂടെ ഞാൻ പറഞ്ഞു തരാം. താങ്കൾ പറഞ്ഞ ഈ 2 പേര് മാത്രമല്ലെന്നേ. ഇന്നലെ ഞാനും ഈ ദീപ്തി മേരി വർഗീസും മറ്റൊരു ചർച്ചയിൽ ഒരുമിച്ച് പങ്കെടുത്തവരാണ്. ആ ചർച്ചയിൽ ഞാൻ പറഞ്ഞൊരു സംഗതിയുണ്ട്. ഞാനത് ഇവിടെ പറയാൻ ഉദ്ദേശിച്ചതല്ലെങ്കിലും പ്രതീക്ഷ അത് ഇങ്ങനെ എന്റെ വായിലേക്ക് കമ്പ് തള്ളി തിരുകുമ്പോൾ ഞാനൊക്കെ പറയാതിരിക്കാൻ നിവൃത്തിയില്ലല്ലോ. 2013 ജൂലൈയിൽ ഒരു സംഭവം ഉണ്ടായിരുന്നു കേരളത്തിൽ. ഒരു നിയമസഭാംഗത്തിനെതിരെ അങ്കമാലി MLA ജോസ് തെറ്റയിൽ എന്തായിരുന്നു കേസ്? ഹൈക്കോടതിയിൽ ചെന്നു ആ കേസ്. FIR റദ്ദാക്കണമെന്നായിരുന്നു ജോസ് തെറ്റയിലിന്റെ അപേക്ഷ. തനിക്കെതിരെ ബ്ലാക്ക് മെയിൽ ചെയ്തുള്ള ആരോപണമാണ് വന്നിരിക്കുന്നത്, കള്ളത്തെളിവുകളാണ് ഹാജരാക്കിയിരിക്കുന്നത്. ഹൈക്കോടതി അംഗീകരിച്ചു, FIR റദ്ദാക്കി. അതിനെ തുടർന്ന് വന്നിട്ടുള്ള ദൃശ്യങ്ങളും അതിന്റെ മാനിപ്പുലേഷനും എല്ലാം അറിയാം. ഞാൻ ചോദിക്കുന്നത് ഇക്കാര്യത്തിൽ അത്രത്തോളം ദീർഘവീക്ഷണം അങ്ങേക്ക് എന്താണ് ഇക്കാര്യത്തിൽ, ഈ കേസുകളിൽ, മുകേഷിന്റെ കേസുകളിൽ ദീർഘവീക്ഷണം എന്താണ്? അല്ല, ലീഗൽ പെർസ്പെക്റ്റീവിനെ സംബന്ധിച്ച് താങ്കൾ അങ്ങനെ വെറുതെ പറഞ്ഞു പോയാൽ പറ്റില്ല. ഇത്ര ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ ഹൈക്കോടതി ആ കേസ് FIR ഒഴിവാക്കി. അതിനുശേഷം ഈ അന്നത്തെ അവര് ആ ആരോപിത ഈ പരാതി കൊടുത്തയാള് അതുകൊണ്ട് നിർത്താതെ സുപ്രീം കോടതിയിൽ പോയി. സുപ്രീം കോടതിയും ഹൈക്കോടതി വിധി ശരിവെച്ച FIR തള്ളുകയാണ് ചെയ്തത്. അപ്പൊ അന്ന് പറഞ്ഞ എന്താണ്? ഹൈക്കോടതി പറഞ്ഞു FIR നടന്ന കൃത്രിമങ്ങൾ, പോലീസ് ഇങ്ങനെയാണ് FIR ഉണ്ടാക്കുന്ന രൂക്ഷമായ വിമർശനം ജസ്റ്റിസ് ഭവദാസന്റെ ഉത്തരവിൽ. അന്ന് എന്തായിരുന്നു ഭരണകക്ഷി? അന്ന് ഉമ്മൻചാണ്ടി സർക്കാരാണല്ലോ ഭരിക്കുന്നത്. ഭരണകക്ഷിയുടെ പ്രതിഷേധങ്ങൾ ജോസ് തെറ്റയിലിനെതിരെ എന്തായിരുന്നു? നാട് കണ്ടതല്ലേ. കള്ളക്കേസാണെന്ന് ആവർത്തിച്ച് പറഞ്ഞു ജോസ് തെറ്റയിൽ. ഇങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല, ഇത് കള്ളക്കേസാണ്, ഇത് മുകേഷിന്റെ കാര്യത്തിൽ ആ FIR-ന്റെ ഡീറ്റെയിൽസ് അങ്ങ് കണ്ടിട്ടുണ്ടോ? ഈ പരാതിക്കാരി കൊടുത്ത ഡീറ്റെയിൽസ് അങ്ങ് കണ്ടിട്ടുണ്ടോ? ഇപ്പോൾ മുകേഷ് പറയുന്നു ഒരു രേഖ അല്ലെങ്കിൽ സന്ദേശം അയച്ചു മെയിൽ വഴി. ഒരു കാര്യം ചോദിച്ചോട്ടെ, ചോദിക്കാം. അല്ല, ഈ പരാതിക്കാരി കൊടുത്ത പരാതി ശരിയല്ല, അത് തെറ്റാണ് എന്ന് ശ്രീ M ജയചന്ദ്രൻ അഭിപ്രായമുണ്ടോ? ഒരു അറിവിലേക്ക് ഞാൻ ചോദിക്കുകയാണ്, അറിയാൻ വേണ്ടി ചോദിക്കുകയാണ്. അല്ല, ഒരാളെ പറ്റി അല്ലല്ലോ അവർക്ക് പരാതി. മുകേഷിന്റെ പരാതി എന്താ? മുകേഷ് പറഞ്ഞ ആലുവ കോടതിയിലും എറണാകുളം സെഷൻസിലും ഇന്നലെ പറഞ്ഞിരിക്കുന്നത് ഇത് തന്നെയാണ്. എനിക്കെതിരെ ഉള്ളത് ബ്ലാക്ക് മെയിലിംഗ് ആണ്, അതിന് തെളിവുകളുണ്ട്, പ്രാഥമിക തെളിവുകൾ ഇന്നതൊക്കെയാണ് എന്ന് പറഞ്ഞ അതാണ് അവിടെ കൊടുത്തത്. അതുകൊണ്ട് 5 ദിവസത്തേക്ക് അറസ്റ്റ് ചെയ്തത്. അങ്ങ് ഇരയെ എപ്പോഴും കേൾക്കുന്നില്ല.
അല്ല ഞാൻ പറയട്ടെ പ്രതീക്ഷ. അല്ല അപ്പൊ ഇര പറയുന്ന കേൾക്കണ്ട, വേട്ടക്കാരൻ പറഞ്ഞത് കേട്ടാ മതി. അല്ല ഞാൻ ഇരയും വേട്ടക്കാരന്റെയും പ്രശ്നമല്ല, ഞാൻ ഇതിന്റെ വസ്തുതയിൽ നിന്ന് മാത്രമാണ് സംസാരിക്കാൻ താല്പര്യപ്പെടുന്നത്. ഇരയും വേട്ടക്കാരനും എന്നുള്ള പെർസെപ്ഷൻ ഒന്നും എനിക്കില്ല. ഈ വസ്തുതകളിൽ നിന്ന് മാത്രമാണ് ഞാൻ സംസാരിക്കുന്നത്. അങ്ങനെ ഞാൻ ഏത് കാര്യത്തിൽ സംസാരിക്കുന്നു അറിയാവുന്ന ആളാണല്ലോ പ്രതീക്ഷ. എനിക്ക് അതിനകത്ത് LDF എന്നോ UDF എന്നോ ഇരയെന്നോ വേട്ടക്കാരനോ വ്യത്യാസമില്ലാതെ ഞാൻ സംസാരിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇന്നലെ അവിടെ എറണാകുളം സെഷൻസിൽ കൊടുത്ത അതിലും പറയുന്നത് പ്രാഥമികമായി ചില കാര്യങ്ങൾ അത് ഹാജരാക്കുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നെ 3-ാം തീയതി വരാൻ ചൊവ്വാഴ്ച വരെ അറസ്റ്റ് ചെയ്തതെന്ന് ഉത്തരവും വന്നിട്ടുള്ളത് കോടതിയുടെ നിരീക്ഷണം ഇനിയും വരും, ഉത്തരവും വരുമെന്നേ. അതിനനുസരിച്ച് എന്താണോ ഈ പിന്നെ അതിന്റെ നടപടികൾ അത് മുമ്പോട്ട് പോകണം. SITയുടെ എടുത്തിട്ടുള്ള ഈ നടപടികളുടെ അടിസ്ഥാനത്തിൽ പിന്നെ ചാർജ് ഷീറ്റ് ഫയൽ ചെയ്യുന്ന ഘട്ടം എത്തിയാൽ അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ CPM ആലോചിക്കേണ്ടി വരും. മുകേഷിനെ അനന്തകാലം സംരക്ഷിച്ച് നിർത്തണം എന്നുള്ള നിലപാടൊന്നും CPMനില്ല. ഇനി അങ്ങനെ നിലപാടുള്ളവർ അതിനകത്ത് ഉണ്ടെങ്കിൽ തന്നെ അതങ്ങനെ കഴിയുകയുമില്ല. പക്ഷേ ആവശ്യമായ മതിയായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കോടതിയുടെ നിരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ അത്തരം കാര്യങ്ങൾ ചെയ്യാൻ കഴിയുകയുള്ളൂ. അതാണ് നിലവിലുള്ള നിയമവ്യവസ്ഥ, അതാണ് അനുശാസിക്കുന്നത്. അതനുസരിച്ചുള്ള കാര്യങ്ങൾ മുകേഷിനും കൃത്യമായും നിശ്ചയമായും ബാധകമാണ് പ്രതീക്ഷ. അതിലൊരു തർക്കവും എനിക്കില്ല. ശരി, തീർച്ചയായും അതാണ് താങ്കളുടെ നിലപാട്. ഒരു ചെറിയ ബ്രേക്ക് എടുത്ത ശേഷം നമുക്ക് അതിവേഗം ചർച്ചയിലേക്ക് തിരികെ ശ്രീമതി ദീപ്തി മേരി വർഗീസ്, അതായത് ഇന്ത്യൻ സിനിമയ്ക്ക് മാതൃകയാകുന്ന തരത്തിൽ ഒരു കമ്മിറ്റിയെ ഈ സർക്കാരാണ് നിയോഗിച്ചത്. ആ റിപ്പോർട്ട് പുറത്തേക്ക് വന്നതിന് തൊട്ടു പിന്നാലെ വരുന്ന ആരോപണങ്ങളിൽ മേൽ ഒരു MLA ആണെങ്കിൽ കൂടിയും ചെറിയ വകുപ്പല്ല ചുമത്തിയിരിക്കുന്നത് മുകേഷിനെതിരെ. അപ്പോൾ പാർട്ടി എന്തായാലും ഇനി അടുത്ത വിശദീകരണ കുറിപ്പിൽ പോലും പറയാൻ പോകുന്ന ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ടതായിരിക്കും. അതായത് എടുത്തുചാടി ഒരു MLA പദവി രാജിവെച്ച ശേഷം അഗ്നിശുദ്ധിയോടുകൂടി മുകേഷ് MLA തിരികെ വന്നു കഴിഞ്ഞാൽ അത് നൽകാൻ കഴിയുമോ എന്നുള്ളത്, ആ ചോദ്യത്തിന് പ്രസക്തി ഉണ്ടോ? കാരണം ഈ ഒരു ആരോപണം മാത്രമല്ല നിൽക്കുന്നത്. എന്തായിരിക്കാം അങ്ങനെ CPMന്റെ ആ ഒരു അവസ്ഥയെ, പെട്ടുകിടക്കുന്ന അവസ്ഥയെ കോൺഗ്രസ് സമീപിക്കുന്നത് കുറച്ചുകൂടി ആഴത്തിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് വിമർശനം നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ? അല്ല, ഇന്ത്യൻ സിനിമയ്ക്ക് മാതൃകയായി, അല്ല ഇന്ത്യൻ സിനിമ ചരിത്രത്തിലോ അല്ലെങ്കിൽ ഇന്ത്യ മുഴുവൻ മാതൃകയായി എന്നൊക്കെ പറയുമ്പോൾ അതിനു മാത്രം എന്താണ് ഇവിടെ ഈ ഗവൺമെൻറ് ചെയ്തിരിക്കുന്നത്? WCCയിൽ ഈ ബുദ്ധിമുട്ട് അനുഭവിച്ച, ഉപദ്രവം അനുഭവിച്ച സ്ത്രീകൾ അവർ ധൈര്യപൂർവ്വം മുമ്പോട്ട് വരികയും വളരെ നാളത്തെ അവരുടെ പ്രയത്നത്തിന് ശേഷവുമാണ്, എത്രയോ കാലത്തെ പ്രയത്നത്തിന് ശേഷമാണ് ഹേമ കമ്മിറ്റി എന്ന് പറയും. ആദ്യം കമ്മീഷനാവുകയും പിന്നീട് കമ്മിറ്റിയായിട്ട് അതിനെ ചുരുക്കുകയും ചെയ്തു ഉണ്ടാവുന്നത്. എന്നിട്ട് 4.5 വർഷക്കാലം, ഇതൊക്കെ നമ്മൾ പറഞ്ഞതാണ്, വീണ്ടും പറയേണ്ട ആവശ്യമില്ല. 4.5 വർഷക്കാലം അതിലൊന്നും ചെയ്യാതെ അടയിരുന്ന് അത് പുറത്തുവിടാതിരുന്നു. അവസാനം വിവരാവകാശ കമ്മീഷന്റെ പ്രത്യേക ഡിസ്ക്രിപ്ഷൻ ഉപയോഗിച്ചാണ് അത് പുറത്തു വരുന്നത്. അല്ലാതെ സർക്കാർ പ്രത്യേക ഇൻട്രസ്റ്റ് എടുത്തിട്ടൊന്നും അല്ല പുറത്തുവിട്ടത്. എന്നിട്ട് പുറത്തു വന്നിട്ട് എന്താ സംഭവിച്ചത്? അന്വേഷണം ഉണ്ടാകണമെന്ന് പ്രതിപക്ഷം പറഞ്ഞു. എവിടെയാണ് അന്വേഷണം ഉണ്ടായത്? ഇപ്പോൾ മുഖ്യമന്ത്രി പുറത്തിറക്കിയ പത്രക്കുറിപ്പിൽ എവിടെയെങ്കിലും ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ പ്രഖ്യാപിച്ചപ്പോൾ ഹേമ കമ്മിറ്റിയിൽ പറയുന്ന ഏതെങ്കിലും ആരോപണവുമായി ബന്ധപ്പെട്ട് അന്വേഷണം ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടില്ല. ഇപ്പോൾ ഹേമ കമ്മിറ്റിയിൽ പറയുന്ന ആരോപണ വിധേയരൊക്കെ വളരെ സുരക്ഷിതരായിരിക്കുകയാണ്. അവർക്കൊക്കെ എല്ലാ തരത്തിലുള്ള സംരക്ഷണവും ഈ ഗവൺമെന്റ് കൊടുത്തിരിക്കുകയാണ്. അന്വേഷണം നടക്കുന്നത് അതിനുശേഷം വന്ന ചില ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള അന്വേഷണം മാത്രമാണ് ഇപ്പോൾ നടക്കുന്നത്. ഇപ്പോൾ മുകേഷിനെതിരെ ഉണ്ടായ ആരോപണം, മറ്റു ചില നടന്മാർക്കെതിരെ ഉണ്ടായ ആരോപണം, അതൊക്കെയാണ് അന്വേഷിക്കുന്നത്. അല്ലാതെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇവർ മാതൃകാപരമെന്ന് പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ ആ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്ന മുഴുവൻ കാര്യങ്ങളും അന്വേഷണത്തിന് വിധേയമാക്കണ്ടേ? അത്തരത്തിൽ വിധേയമാക്കുവാൻ തയ്യാറുണ്ടോ എന്നുള്ളതാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. എന്തുകൊണ്ടാണ് സജി ചെറിയൻ അതിൻ്റെ അകത്ത് മറുപടി പറയാത്തത്? എന്തുകൊണ്ടാണ് ആഭ്യന്തര വകുപ്പ് അതിൻ്റെ അകത്ത് മറുപടി പറയാത്തത്? ഈ ഇടതുപക്ഷ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ഒരർത്ഥത്തിലും ഒരു നീതിയും സ്ത്രീകൾ പ്രതീക്ഷിക്കുന്നില്ല. കാരണം ഇതിനു മുൻപുണ്ടായിട്ടുള്ള അനുഭവങ്ങളൊക്കെ അതാണ് ചരിത്രം പറയുന്നത്. നമുക്കറിയാം PK ശശി ഇന്ന് എവിടെയാണ്, ഗോപി കോട്ടമുറിക്കൽ ഇന്ന് എവിടെയാണ്, P ശശി ഇന്ന് എവിടെയാണ്? അങ്ങനെ ആരോപണ വിധേയരായിട്ടുള്ളവർ മുഴുവൻ ഇന്ന് അവരെ താൽക്കാലികമായി മാറ്റി നിർത്തുകയും പിന്നീട് 10 മടങ്ങ് ശക്തിയോടെ അതിനേക്കാൾ വലിയ പദവിയിലേക്ക് അവരെ ഉയർത്തുകയും ചെയ്തു. അവരൊക്കെ അങ്ങനെ ആക്കിയിരിക്കുന്നു. ഇതാണ് ഇടതുപക്ഷത്തിന്റെ CPMന്റെ നിലപാട്. സ്ത്രീകളോടുള്ള പരാതികളോട്, സ്ത്രീ പീഡനത്തോട് ഉള്ള നിലപാട് എന്ന് പറയുന്നത് ഇതാണ്. വാളയാർ എന്താ വണ്ടിപ്പെരിയാർ എന്താ സംഭവിച്ചത്? അവിടെ ഒരു DYFIക്കാരനാണ് പ്രതി പട്ടികയിൽ എന്ന് പറഞ്ഞപ്പോൾ പോലീസ് ഉൾപ്പെടെ ഈ ഭരണകൂടം ഉൾപ്പെടെ ആ പ്രതിയെ സംരക്ഷിക്കാൻ വേണ്ടി ചെന്ന ഒരു പോക്സോ കേസിൽ പോലും പ്രതിയെ സംരക്ഷിക്കുന്ന നിലപാടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഒരു വനിതാ നഴ്സ് സാക്ഷി പറഞ്ഞു
ഒരുപാട് നമുക്ക് പേരുകൾ പറയേണ്ടി വരും. എന്താണ് പറയാനുള്ളത് ഈ ഗവൺമെന്റിന്? ദീപ്തി, അപ്പോൾ ഞാൻ അതിലേക്കൊന്നും കടക്കുകയല്ല. പ്രജീഷ്, ഒറ്റ കാര്യം കൂടി പറഞ്ഞോട്ടെ. അപ്പൊ ഇത്തരത്തിലൊക്കെ നിലപാടെടുത്ത ഒരു ചരിത്രമുള്ള ഈ ഒരു ഗവൺമെന്റ് ഇനി ആരൊക്കെ വന്ന് പരാതി പറഞ്ഞാലും, ഏതൊക്കെ സ്ത്രീകൾ പീഡന പരാതിയുമായിട്ട് വന്നാലും നിലപാട് എന്ന് പറയുന്നത് CPM-ന്റേത് സുവ്യക്തമാണ്. അതാണിപ്പോൾ ഗവൺമെന്റും CPM-ന്റെ സെക്രട്ടേറിയറ്റ് കൂടിയപ്പോഴും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അത് വൃന്ദ കാരാട്ടിനെ പോലെയും ആനി രാജയെ പോലെയുമുള്ള സ്ത്രീകൾ പറഞ്ഞാലൊന്നും CPM-ഉം CPI-യുടെയും പുരുഷ മേധാവിത്വമുള്ള ഈ സ്ത്രീ പീഡനങ്ങൾക്കെല്ലാം കുടപിടിക്കുന്ന ഈ ഗവൺമെന്റ് സമ്മതിക്കില്ല എന്നുള്ളതാണ്. ഗുരുതര ആരോപണങ്ങളാണ് ദീപ്തി മേരി വർഗീസ് മുന്നോട്ട് വയ്ക്കുന്നത്. മറുപടി അല്ല, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന മറുപടി അല്ലാതെ അതിലും പ്രധാനപ്പെട്ട മറുപടിയാണെന്ന് ഞാൻ വിചാരിക്കണമെങ്കിൽ സൂര്യനെല്ലി കേസ് ഇവിടെ ഉണ്ടാവാതിരിക്കണമായിരുന്നു. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. എന്നിട്ട് മുഴുവനും CPM, CPI, പുരുഷാധിപത്യം, ഉണ്ടായപ്പോഴെന്താ അവരെല്ലാം നിയമത്തിന്റെ മുമ്പിൽ വന്നു. എല്ലാവരും, ഞങ്ങൾ ആരെയും സംരക്ഷിച്ചിട്ടില്ല. ഒരു MLA-യും പറഞ്ഞിട്ടില്ല. അല്ല, അവരൊക്കെ നിയമത്തിന് വഴങ്ങിയിട്ടുണ്ട്. ഇടപെടാതിരിക്കൂ. അല്ല, എന്റെ സമയമല്ലേ? ഒന്നാമത് സമയം ചർച്ചയിൽ വന്നിരിക്കുന്നത് തന്നെ മഹാത്ഭുതമാണ്. അല്ല, ഇപ്പൊ ഇവിടെ പ്രതീക്ഷ ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ മുകേഷിന്റെ പ്രധാനപ്പെട്ട ഡിഫൻസ് ആയിട്ട് നിൽക്കുന്നത് അദ്ദേഹത്തിന് ബ്ലാക്ക് മെയിൽ ചെയ്തതാണ് ഈ പരാതി എന്നുള്ളതാണ്. കോടതിയിൽ ആ ഡിഫൻസ് തന്നെയാണ് വെച്ചിരിക്കുന്നത്. പാർട്ടിക്കും സർക്കാരിന് മുമ്പിൽ അതേ ഡിഫൻസ് ഉണ്ട്. ആ ഡിഫൻസിന്റെ അകത്ത് അദ്ദേഹത്തിന് ചില തെളിവുകളാണ് അദ്ദേഹത്തിന് പക്കൽ ഹാജരാക്കാനുണ്ടെന്ന് പറയുന്നത്. ചിലതൊക്കെ കോടതിയിൽ കൊടുത്തിട്ടുമുണ്ട്. അപ്പൊ ആ ഡിഫൻസ് ദുർബലമാണ് എന്ന് വന്നാൽ അവിടെ തീരും. മുകേഷിന്റെ എല്ലാ ഡിഫൻസുകളും കോടതിയുടെ മുമ്പിൽ തീരുകയാണല്ലോ. പിന്നെ അദ്ദേഹത്തിന് പിടിച്ചു നിൽക്കാൻ കഴിയില്ലല്ലോ. അതേസമയം ആ ഡിഫൻസ് ലെജിറ്റിമേറ്റ് ആണ്, നിയമപരമായി നിലനിൽക്കുന്നതാണ് എങ്കിൽ അത് മുമ്പോട്ട് പോകും. അതാണ് വരുന്നത്. അപ്പൊ തീരുമാനം എടുക്കേണ്ടത് കോടതിയുടെ ഭാഗത്തു നിന്നാണ്. ഇതിനകത്ത് ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുള്ളത് പോലെ രാഷ്ട്രീയ ധാർമ്മികതയുടെ പ്രശ്നമല്ല, രാഷ്ട്രീയ നീതി, രാഷ്ട്രീയ നൈതികതയുടെ പ്രശ്നമാണ് ഇതിൻ്റെ അകത്ത് ഉൾച്ചേർന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മുകേഷിന്റെ ഡിഫൻസ് അതിൻ്റെ അകത്ത് കോടതി വരെ അത് കാക്കണം എന്ന് പറയാനുള്ള ന്യായം അതിന്റെ പ്രസിഡന്റ് ജോസഫ് ജയിലിന്റെ പ്രശ്നം തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിക്കാനും തീരുമാനിച്ച് പറഞ്ഞത്. ഹൈക്കോടതിയും സുപ്രീം കോടതിയും പോയ ജോസഫ് ജയിലിന്റെ കേസ്. അപ്പൊ ആ ഡിഫൻസിൽ ബ്ലാക്ക് മെയിലിംഗ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട എലമെന്റ് ആയിട്ട് നിൽക്കുന്നത്. അത് കോടതി അംഗീകരിക്കുകയാണെങ്കിൽ മുകേഷിന് MLA ആയിട്ട് തുടരാൻ പറ്റും. കോടതി നിരാകരിക്കുകയാണെങ്കിൽ ആ നിമിഷം മുകേഷ് രാജിവെച്ച് ഒഴിയേണ്ടി വരും. അതാണ് അവസ്ഥ. അതാണ് സർക്കാരും പാർട്ടിയും മുന്നണിയൊക്കെ കാണുന്നത്. നയരൂപീകരണ കമ്മിറ്റിയിൽ മുകേഷ് ഉൾപ്പെട്ടതിനെ പറ്റിയും കൂടി അദ്ദേഹത്തിന് മറുപടി പറയണമല്ലോ. നയരൂപീകരണ കമ്മിറ്റിയിൽ ഇപ്പോഴും മുകേഷ് ഈ ആരോപണ വിധേയനെ നയം രൂപീകരിക്കാൻ വേണ്ടി സർക്കാർ വെച്ചിരിക്കുകയാണ്. അല്ല, നയമൊന്നും അല്ലെന്നത്. ഇതാണ് പ്രശ്നം. ഇത് നയമൊന്നുമല്ല, അതൊരു ഡ്രാഫ്റ്റ് കമ്മിറ്റിയാണ്. സിനിമ പോളിസി ഉണ്ടാക്കാനായിട്ടുള്ള ഡ്രാഫ്റ്റ് കമ്മിറ്റി, ഒരു കരട് കമ്മിറ്റി. ആ കരട് കമ്മിറ്റി അല്ല, 11 പേരാണ്. സിനിമാ മേഖലയുള്ളവരാണ് 11 പേര്. പ്രതീക്ഷ പറയട്ടെ അല്ല, പറയട്ടെ. ഇത് ആ കമ്മിറ്റി റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട സമയമാണ് ഇപ്പോ. ഞാനത് കഴിഞ്ഞ ദിവസവും പറഞ്ഞു. അതുപോലെ തന്നെ ഇപ്പോഴും പറയുകയാണ്. ആ റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ അദ്ദേഹം അതിൽ നിന്ന് ഒഴിവാകുകയും ചെയ്യും. അതൊന്നും എല്ലാത്തിനും വേഗത വേണം. ശ്രീ ജയചന്ദ്രൻ, എന്തായാലും വളരെയധികം നന്ദി ചർച്ചയിൽ പങ്കെടുത്തതിന്. ഗോവിന്ദ മാഷിന് പറയാൻ വയ്യാത്ത കാര്യമാണ് ശ്രീ ജയചന്ദ്രൻ ഇവിടെ പ്രഖ്യാപിക്കുന്നത്. ശരി, എന്തായാലും ദീപ്തി കാത്തിരിക്കാം. എന്തായാലും നമുക്ക് കുറച്ച് കഴിയുമ്പോൾ സെക്രട്ടറിയേറ്റിന് ശേഷം MP ഗോവിന്ദൻ പ്രതികരിക്കുമോ, വാർത്താക്കുറിപ്പ് എന്തെങ്കിലും ഉണ്ടാകുമോ എന്നൊക്കെ നമുക്ക് കാത്തിരിക്കാം. വളരെയധികം നന്ദി ചർച്ചയിൽ പങ്കെടുത്തതിന്.